ടു മൈ ചാനൽ യുവർ ഓൺലൈൻ ടീച്ചർ. ബിസിനസ് സ്റ്റഡീസ് 80-70 മാർക്ക് സ്കോർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള വീഡിയോയുടെ സെക്കൻഡ് പാർട്ടാണ് മക്കളെ. മാക്സിമം ഈ സെക്കൻഡ് പാർട്ടിനുള്ള ബാക്കി എല്ലാ ക്വസ്റ്റ്യൻസും ആൻസേഴ്സും എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി ഞാൻ നോക്കാം. കാരണം ബിസിനസ് സ്റ്റഡീസ് ആണ്, നിങ്ങളുടെ ഒരു മാർക്ക് പോലും പോകരുത് അത്ര നിർബന്ധം ഉള്ളതുകൊണ്ടാണ് നിങ്ങൾക്ക് വേണ്ട മുഴുവൻ ചോദ്യങ്ങളും ഉത്തരങ്ങളും നമ്മൾ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യാൻ നോക്കിയത്. പക്ഷേ വീഡിയോ ഒത്തിരി ലെങ്തി ആയതുകൊണ്ട് നമുക്ക് ഇടയ്ക്ക് ബ്രേക്ക് ചെയ്യേണ്ടി വന്നു. സോ പാർട്ട് 2 ആണെന്ന് പാർട്ട് 1 കാണാത്തൊരു പാർട്ട് 1 അവസാനം വരെ കാണാം, പാർട്ട് 2 അവസാനം വരെ കാണാം. എത്ര പേര് അവസാനം വരെ കണ്ടു എന്നുള്ളത് താഴെ കമൻറ്റ് ചെയ്യുക. കഴിഞ്ഞ വീഡിയോ ഒക്കെ നിങ്ങൾ ചെയ്തതുപോലെ തന്നെ ഈ വീഡിയോക്ക് എന്ത് ചെയ്യുക, മാക്സിമം ലൈക്ക് ചെയ്യുക, കോമൻറ്റ് ചെയ്യുക. വീഡിയോസ് ഉപകാരമാണോ എന്നുള്ളതൊന്ന് പറയട്ടോ, ജെനുവിൻ ആയിട്ട് പറയാം. വെറുതെ കണ്ട് ക്ലിക്ക് ചെയ്ത് പോകാണോ, നിങ്ങൾക്ക് ഇത് ഉപകാരപ്പെടുന്നുണ്ടോ, നമ്മൾ ഇത്ര എഫേർട്ട് ഇട്ട് ഇത്ര ലെങ്തി ആയിട്ട് വീഡിയോ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അത് ഉപകാരപ്പെടുന്നുണ്ടോ എന്നുള്ളത് താഴെ പറയാട്ടോ. ഇംഗ്ലീഷൊക്കെ ഒത്തിരി ഉപകാരപ്പെട്ടു എന്ന് ഒത്തിരി പേര് പറഞ്ഞു. ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്തു ബിസിനസ് സ്റ്റഡീസ് ചെയ്യണം, അതുകൊണ്ടാണ് ബിസിനസ് സ്റ്റഡീസ് ചെയ്തത്. അറിയാലോ ബിസിനസ് സ്റ്റഡീസ് നല്ല ടൈം കൺസ്യൂമിംഗ് ആണ്, പഠിക്കാനും ടൈം കൺസ്യൂമിംഗ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ മക്കൾ എന്ത് ചെയ്യുക, പാർട്ട് 1 പാർട്ട് 2 മുഴുവനും കുത്തിയിരുന്ന് അങ്ങോട്ട് ഈ ദിവസങ്ങളിൽ പഠിച്ചാൽ നിങ്ങളുടെ 70 മാർക്ക് A+ ഇങ്ങോട്ട് പോരും, ഒരു സംശയം അതിലില്ല. സോ 22ാമത്തെ ചോദ്യം വരെയാണ് കഴിഞ്ഞ വീഡിയോയിൽ നോക്കിയത്. സോ 23 മുതലുള്ള ചോദ്യങ്ങൾ ഈ വീഡിയോയിൽ നോക്കാം. ബ്രീഫ്ലി എക്സ്പ്ലെയിൻ എനി 3 ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് പ്രൈസ് ഓഫ് എ പ്രോഡക്റ്റ്. ഒരു പ്രോഡക്റ്റിൻ്റെ പ്രൈസിനെ അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്? പ്രോഡക്റ്റിൻ്റെ പ്രൈസിനെ അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സിൽ ആദ്യത്തേത് വരുന്നതാണ് പ്രോഡക്റ്റ് കോസ്റ്റ്. ആ പ്രോഡക്റ്റിലേക്ക് എന്തൊക്കെ ചിലവുകൾ നമുക്ക് വന്നിട്ടുണ്ട്. കോസ്റ്റ് എന്ന് പറയുമ്പോൾ പ്രൊഡക്ഷൻ കോസ്റ്റ്, സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ കോസ്റ്റ്, അതിൽ തന്നെ ഫിക്സഡ് കോസ്റ്റ്, വേരിയബിൾ കോസ്റ്റ്, സെമി വേരിയബിൾ കോസ്റ്റ്, ഇതെല്ലാം നോക്കണം. ദെൻ യൂട്ടിലിറ്റി ആൻഡ് ഡിമാൻഡ് നമ്മൾ നോക്കണം. നമ്മുടെ പ്രോഡക്റ്റ് ഇൻഇലാസ്റ്റിക് ഡിമാൻഡ് ആണ് എന്നുള്ളതെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഫോമിന് ഹൈ പ്രൈസ് ചാർജ് ചെയ്യാൻ പറ്റും. ഡിമാൻഡ് ഇലാസ്റ്റിക് ആണെങ്കിൽ ഹൈ പ്രൈസ് ചാർജ് ചെയ്യാൻ പറ്റില്ല. സോ അത് നോക്കണം. എക്സ്റ്റെൻറ്റ് ഓഫ് കോമ്പറ്റീഷൻ നോക്കണം. കോമ്പറ്റീഷൻ ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള പ്രൈസ് ചാർജ് ചെയ്യാം അല്ലേ. ഗവൺമെൻറ് ലീഗൽ റെഗുലേഷൻസ് നോക്കണം. അങ്ങനെ എന്തെങ്കിലും ഗവൺമെൻറ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്ര റേറ്റേ പാടുള്ളൂ എന്ന് പറഞ്ഞാൽ ആ പ്രൈസ് വെക്കാൻ പറ്റുള്ളൂ. പിന്നെ നമ്മുടെ പ്രൈസിങ് ഒബ്ജക്റ്റീവ്, കുറഞ്ഞ സമയം കൊണ്ട് നമുക്ക് കൂടുതൽ പ്രോഫിറ്റ് ഉണ്ടാക്കണോ അതോ കുറേ നാൾ കൊണ്ട് മാക്സിമം പ്രോഫിറ്റ് മതിയോ, അങ്ങനെ ഏതാണെന്നുള്ളത് നമ്മൾ നോക്കണം. പിന്നെ നമ്മളിതിൽ ഉപയോഗിച്ചിട്ടുള്ള എല്ലാ തരത്തിലുള്ള മാർക്കറ്റിംഗ് മെത്തേഡ്സ്, ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം, സെയിൽസ്മാൻ, അഡ്വർടൈസിങ് ക്വാളിറ്റി എല്ലാം നമ്മൾ പ്രൈസ് തീരുമാനിക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടതാണ്. then അടുത്താണ് ബ്രീഫ്ലി എക്സ്പ്ലെയിൻ ദ ഫസ്റ്റ് 3 steps ഇൻ കൺട്രോളിങ്. 3 സ്റ്റെപ്പ് ആകണ്ട, നമുക്ക് മുഴുവൻ സ്റ്റെപ്പ് നോക്കാതെ. ഓക്കെ, കൺട്രോളിങ്ങിൻ്റെ സ്റ്റെപ്സ് ആണ് അടുത്ത് നോക്കുന്നത്. കൺട്രോളിങ്ങിൻ്റെ സ്റ്റെപ്സ് പറയുകയാണെങ്കിൽ ആദ്യത്തേതാണ് സെറ്റിംഗ് പെർഫോമൻസ് സ്റ്റാൻഡേർഡ്. സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്യാം. ക്വാണ്ടിറ്റേറ്റീവായിട്ടും ക്വാളിറ്റേറ്റീവായിട്ടും എല്ലാ കാര്യങ്ങൾക്കും സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്യാം. സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്തതിന് ശേഷം മെഷർമെൻറ്റ് ഓഫ് ആക്ച്വൽ പെർഫോമൻസ്, ആക്ച്വലി നടന്നിട്ടുള്ള പെർഫോമൻസ് മെഷർ ചെയ്യുക. ദെൻ അതിനുശേഷം കമ്പയറിങ് ആക്ച്വൽ പെർഫോമൻസ് വിത്ത് സ്റ്റാൻഡേർഡ്, ആക്ച്വൽ പെർഫോമൻസും സ്റ്റാൻഡേർഡും തമ്മിൽ കമ്പയർ ചെയ്യുക. അങ്ങനെ കമ്പയർ ചെയ്യുന്ന സമയത്താണ് എന്തെങ്കിലും ഡീവിയേഷൻ ഉണ്ടോ എന്ന് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ദെൻ അനലൈസിങ് ഡീവിയേഷൻസ് ഉണ്ടോ എന്ന് മനസ്സിലാക്കിയിട്ട് ആ ഡീവിയേഷൻ എന്തൊക്കെയാണ്, എന്തുകൊണ്ടാണ് ആ ഡീവിയേഷൻസ് വന്നതെന്ന് മനസ്സിലാക്കുക. ദെൻ അതിനുശേഷം എന്ത് ചെയ്യാം, കറക്റ്റീവ് ആക്ഷൻ എടുക്കുക. ഇപ്പോൾ മെഷീൻ കേടായിട്ടാണോ ഡീവിയേഷൻ വന്നത്, മെഷീൻ നന്നാക്കുക. എംപ്ലോയീസ് കുറവായിട്ടാണോ, കൂടുതൽ എംപ്ലോയീസിനെ വെക്കുക. പിന്നെ മക്കൾ ഇതിലേക്ക് ഞാനൊരു 2 മാർക്കിൻ്റെ അല്ലെങ്കിൽ 1 മാർക്കിൻ്റെ ഒരു ചോദ്യം കൂടി ഇതിലേക്ക് ഇൻക്ലൂഡ് ചെയ്യാണ്. എന്താണ് മാനേജ്മെൻറ്റ് ബൈ എക്സെപ്ഷൻ അല്ലെങ്കിൽ കൺട്രോൾ ബൈ എക്സെപ്ഷൻ? കൺട്രോൾ ബൈ എക്സെപ്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഡീവിയേഷൻ വന്നു, ഒരു പരിധി വരെയുള്ള ഡീവിയേഷൻ കുഴപ്പമില്ല, അത് ടോപ്പ് മാനേജ്മെൻറ്റിനെ അറിയിക്കില്ല. ബട്ട് ഒരു പരിധി വിട്ട്, പെർമിസിബിൾ ലിമിറ്റും വിട്ട് ഡീവിയേഷൻ കൂടിപ്പോയാലാണ് അത് ടോപ്പ് മാനേജ്മെൻറ്റിൻ്റെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുള്ളൂ. അതാണ് മാനേജ്മെൻറ്റ് ബൈ എക്സെപ്ഷൻ. 2 മാർക്കിന് ചോദിക്കാറുണ്ട് കേട്ടോ. ദെൻ അടുത്തതാണ് ഡ്രോ എ ഡയഗ്രാം ഷോയിങ് ഓർഗനൈസേഷൻ ഫങ്ഷണൽ ഫോർമാൻഷിപ്പ്. ഫങ്ഷണൽ ഫോർമാൻഷിപ്പ് ഓൾറെഡി നമ്മൾ അവിടെ നോക്കിയതാണല്ലോ, സയൻറ്റിഫിക് ടെക്നിക്സിൽ നോക്കിയതാണ്. സോ പാർട്ട് 1 കാണാത്തവർ അത് കാണാം, അതിലുണ്ട് ആ ചോദ്യം. ദെൻ ഓർഗനൈസേഷണൽ സ്ട്രക്ചർ എന്താണെന്ന് ഡിസ്ക്രൈബ് ചെയ്യുക. 2 മാർക്കിന് ചോദിക്കാവുന്ന ചോദ്യമാണ്. ഓർഗനൈസേഷണൽ സ്ട്രക്ചർ എന്താണ്? ഓർഗനൈസേഷണൽ സ്ട്രക്ചർ എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈസ് എ ഫ്രെയിംവർക്ക് വിത്ത് വിച്ച് മാനേജർ ആൻഡ് ഓപ്പറേറ്റിംഗ് ടാസ്ക് ആർ പെർഫോംഡ്. എല്ലാ വിധത്തിലുള്ള ടാസ്കുകൾ എങ്ങനെയാണ് പെർഫോം ചെയ്യുന്നത്, അതിൻ്റെ ആ ഫ്രെയിം വർക്ക്, അതുപോലെ ഓർഗനൈസേഷനിലെ ആളുകളും വർക്കും റിസോഴ്സും തമ്മിൽ എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു, ആ ഒരു റിലേഷൻഷിപ്പാണ് ഓർഗനൈസേഷണൽ സ്ട്രക്ചർ. അതിന് 2 തരത്തിലുണ്ട്, ഫങ്ഷണൽ സ്ട്രക്ചറും ഉണ്ട്, ഡിവിഷണൽ സ്ട്രക്ചറും ഉണ്ട്. 2 മാർക്കിൻ്റെ മറ്റൊരു ക്വസ്റ്റ്യൻ ഞാൻ ഇതിൻ്റെ കൂട്ടത്തിൽ പറഞ്ഞു പോകാണ്, സ്പാൻ ഓഫ് മാനേജ്മെൻറ്റ്. സ്പാൻ ഓഫ് മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സുപ്പീരിയർക്ക് എഫക്റ്റീവ്ലി മാനേജ് ചെയ്യാൻ പറ്റുന്ന സബോർഡിനേറ്റ്സിൻ്റെ എണ്ണം, നമ്പർ ഓഫ് സബോർഡിനേറ്റ്സ് ദാറ്റ് ക്യാൻ ബി എഫക്റ്റീവ്ലി മാനേജ്ഡ് ബൈ എ സുപ്പീരിയർ, അതാണ് സ്പാൻ ഓഫ് മാനേജ്മെൻറ്റ് കേട്ടോ. ഓക്കെ, ദെൻ അടുത്തത് ലിസ്റ്റ് ഔട്ട് എനി 2 elements ഓഫ് ഡയറക്റ്റിംഗ്. ഡയറക്റ്റിങ്ങിൻ്റെ എലമെൻറ്റ്സ് എന്തൊക്കെയാണ്? ഡയറക്റ്റിങ്ങിൻ്റെ എലമെൻറ്റ്സ് എന്തൊക്കെയാണ് വരുന്നത്? ഡയറക്റ്റിങ്ങിൻ്റെ എലമെൻറ്റ്സ് ആണ് സൂപ്പർവിഷൻ. ഓക്കെ, സൂപ്പർവിഷൻ. പിന്നെന്താ വരുന്നത്? കമ്മ്യൂണിക്കേഷൻ. ഓക്കെ, കമ്മ്യൂണിക്കേഷൻ വരുന്നുണ്ട്. ദെൻ അടുത്തത് വരുന്നത് എന്താണ്?
ഏതാ വരുന്നത്? സൂപ്പർവിഷൻ, കമ്മ്യൂണിക്കേഷൻ, ലീഡർഷിപ്പ്. ഓക്കെ, ലീഡർഷിപ്പ് വരുന്നുണ്ട്. ദെൻ ഒരെണ്ണം കൂടി വരുന്നുണ്ടല്ലോ, 4 എലമെന്റ്സ് ആണ് ഡയറക്റ്റ് ചെയ്യാനുള്ളത്. മോട്ടിവേഷൻ. ഓക്കെ, മോട്ടിവേഷൻ മാറിപ്പോകരുത്. കൺട്രോളിങ്ങിൻ്റെ 2 ലിമിറ്റേഷൻസ്. കൺട്രോളിങ്ങിൻ്റെ ലിമിറ്റേഷൻസ് എന്തൊക്കെയാണ്? ഡിഫിക്കൽട്ടി ടു സെറ്റ് സ്റ്റാൻഡേർഡ്സ് സെറ്റ് ചെയ്യാന്ന് പറയുന്നത് വളരെ ഡിഫിക്കൽട്ടാണ്. കോസ്റ്റ്ലി അഫെയർ ആണ്, വളരെ കോസ്റ്റ്ലി ആണ്. ദെൻ റെസിസ്റ്റൻസ് ഫ്രോം എക്സിസ്റ്റിംഗ് എംപ്ലോയീസ് CCTV ഒക്കെ വയ്ക്കുന്നത് എന്തിൻ്റെ കൺട്രോളിങ്ങിൻ്റെ ഭാഗമായിട്ടാണ്. സോ അപ്പോൾ എംപ്ലോയീസിൻ്റെ അടുത്തുനിന്ന് റെസിസ്റ്റൻസ്, എതിർപ്പ് വരാൻ ചാൻസ് ഉണ്ട്. ദെൻ ഡിപ്പെൻഡിങ് ഓൺ ദ യൂസ് ഓഫ് അതോറിറ്റി ദർ ആർ 3 ബേസിക് സ്റ്റൈൽസ് ഓഫ് ലീഡർഷിപ്പ്. ഐഡൻറ്റിഫൈ ദീസ് സ്റ്റൈൽസ്, റൈറ്റ് 1 ഫീച്ചർ ഓഫ് ഇറ്റ്. ലീഡർഷിപ്പ് സ്റ്റൈൽസ് ചോദിച്ചിരിക്കുന്നത്. സോ ലീഡർഷിപ്പ് സ്റ്റൈൽസ് നമുക്ക് നോക്കാം. ലീഡർഷിപ്പ് സ്റ്റൈൽസ് എലമെന്റ്സ് നമ്മൾ പറഞ്ഞല്ലോ. ലീഡർഷിപ്പ് സ്റ്റൈൽസ് നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ 3 തരത്തിലുണ്ട്. ഒന്ന് ഓട്ടോക്രാറ്റിക് ലീഡർഷിപ്പ് ഉണ്ട്, അത് ഹിറ്റ്ലറിന് ഓർത്താൽ മതി. ഓട്ടോക്രാറ്റിക് ലീഡർഷിപ്പ് എന്ന് വെച്ചാൽ എന്താണ്? ലീഡർ ഓർഡർ ഇടുന്നു, സബോർഡിനേറ്റ്സ് അത് അതേപോലെ തന്നെ ഫോളോ ചെയ്യുന്നു, അവിടെ വേറെ ഡിസ്കഷനോ ഒന്നുമില്ല, കമ്മ്യൂണിക്കേഷൻ 1 വേ ആണ് നടക്കുന്നത്. ഡെമോക്രാറ്റിക് എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. ഡെമോക്രാറ്റിക്കിൽ സബോർഡിനേറ്റ്സുമായിട്ട് കൺസൾട്ട് ചെയ്തിട്ടാണ് ഡിസിഷൻ എടുക്കുന്നത്. ഡിസിഷൻ മേക്കിങ്ങിൽ അവരെ കൂടി പാർട്ടിസിപ്പേറ്റ് ചെയ്യിക്കും. ദെൻ ലൈസൻസ് ഫെയർ അല്ലെങ്കിൽ ഫ്രീ ലൈൻ ഉണ്ട്. ഫ്രീ റെയിൻ ലീഡർ എന്ന് പറഞ്ഞാൽ ഇവിടെ ലീഡർ ഉണ്ടെങ്കിലും അയാൾ ഒരു പരിധി വരെ അയാളുടെ പവർ ഒന്നും യൂസ് ചെയ്യില്ല. തൻ്റെ സബോർഡിനേറ്റ്സിന് കംപ്ലീറ്റ് ഫ്രീഡം, ഹയർ ഡിഗ്രി ഓഫ് ഫ്രീഡം ആയിരിക്കും കൊടുത്തിരിക്കുന്നത്. അവരെ കൊണ്ട് ഒട്ടും പറ്റാത്ത കാര്യങ്ങളിൽ മാത്രമാണ് ആ ലീഡർ ഇടപെട്ടുള്ളൂ. ഓക്കെ, ദെൻ അടുത്ത ക്വസ്റ്റ്യൻ ആണ് പ്രിപ്പയർ എ ബ്രീഫ് നോട്ട് ഓൺ ഫിനാൻസ് ഫംഗ്ഷൻ. ഫിനാൻസ് ഫംഗ്ഷൻ ഓൾറെഡി നമ്മൾ പറഞ്ഞതാണ്, പാർട്ട് 1 വീഡിയോയിലുണ്ട് കേട്ടോ. which are the 3-tier grievance redressal mechanisms under Consumer Protection Act. കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ടിൽ 3-tier മെക്കാനിസംസ് ഏതൊക്കെയാണ്? ആദ്യത്തേത് ഡിസ്ട്രിക്ട് ഫോറം. ഡിസ്ട്രിക്ട് ഫോറത്തിൽ ഒരു പ്രസിഡന്റും 2 മെമ്പേഴ്സും, അതിലൊരാൾ വുമൺ ആയിരിക്കും. ഇത് സ്റ്റേറ്റ് ഗവൺമെന്റ് ആണ് അപ്പോയിന്റ് ചെയ്യുന്നത്, എല്ലാ ഡിസ്ട്രിക്റ്റിലും ഉണ്ടാകും. ഈ കോമ്പൻസേഷൻ, ഗുഡ്സ് ആൻഡ് സർവീസിന്റെ ആ കംപ്ലൈന്റിലെ കോമ്പൻസേഷൻ 20 ലക്ഷത്തിൽ താഴെ വരുന്ന കംപ്ലൈൻറ്റ്സ് ആണ് ഇവിടെ ഡീൽ ചെയ്യുന്നത്. ദെൻ അടുത്തതാണ് സ്റ്റേറ്റ് കമ്മീഷൻ. സ്റ്റേറ്റ് കമ്മീഷൻ എല്ലാ സ്റ്റേറ്റ് ഗവൺമെൻറ്റും ആണ് അപ്പോയിന്റ് ചെയ്യുന്നത്, എല്ലാ സ്റ്റേറ്റിലും ഉണ്ടാകും. ഇവിടെ ഒരു പ്രസിഡന്റ്, 2 മെമ്പേഴ്സ് ഉണ്ടാവും, ഒരാൾ വുമൺ ആയിരിക്കും. 20 ലക്ഷത്തിൻ്റെയും 1 കോടിയുടെയും ഇടയ്ക്ക് വരുന്ന കംപ്ലയിൻസ് ആണ് ഇവിടെ ഡീൽ ചെയ്യുന്നത്. നേരത്തെ ഇവിടെ ഡിസ്ട്രിക്ട് ഫോറം പറഞ്ഞല്ലോ. ഡിസ്ട്രിക്ട് ഫോറത്തിൽ എടുത്ത ഒരു തീരുമാനത്തിൽ അയാൾ സാറ്റിസ്ഫൈഡ് അല്ലെങ്കിൽ 30 ദിവസത്തിനകം അയാൾക്ക് സ്റ്റേറ്റ് കമ്മീഷനിൽ അപ്പീലിന് പോകാം. സ്റ്റേറ്റ് കമ്മീഷനിലെ ഡിസിഷനിൽ അയാൾ സാറ്റിസ്ഫൈഡ് അല്ലെങ്കിൽ 30 ദിവസത്തിന് അയാൾക്ക് നാഷണൽ കമ്മീഷനിൽ അപ്പീലിന് പോകാം. നാഷണൽ കമ്മീഷനിൽ ഒരു പ്രസിഡന്റും 4 മെമ്പേഴ്സും, അതിലൊരു സ്ത്രീ ആയിരിക്കും ഉണ്ടാകുക, വുമൺ ആയിരിക്കും ഉണ്ടാകുക. ഇത് സെൻട്രൽ ഗവൺമെന്റ് ആണ് ഇവരെല്ലാം അപ്പോയിന്റ് ചെയ്യുന്നത്. ഒരെണ്ണം ഉണ്ടാവുള്ളൂ, രാജ്യത്ത് ഒരെണ്ണം ഉണ്ടാകുള്ളൂ. ദെൻ 1 കോടിയുടെ മുകളിൽ വരുന്ന കംപ്ലയിൻസ് ആണ് ഇവിടെ ഡീൽ ചെയ്യുന്നത്. ഇവിടെയും അയാൾ സാറ്റിസ്ഫൈഡ് അല്ലെങ്കിൽ അയാൾക്ക് സുപ്രീം കോർട്ടിലേക്ക് എന്ത് ചെയ്യാം? അപ്പീലിന് പോകാം. സോ ഈ ഒരു കൺസ്യൂമർ റീഡ്രസൽ ഏജൻസീസിലെ അപ്പെക്സ് അതോറിറ്റി ഏതാണെന്ന് ചോദിച്ചാൽ അത് നാഷണൽ കമ്മീഷൻ ആണ് കേട്ടോ. അടുത്ത ചോദ്യം, ഡിവിഡൻഡ് ഡിസിഷൻ ഓഫ് ദ ഫിനാൻഷ്യൽ മാനേജ്മെന്റ് ഈസ് ബേസ്ഡ് ഓൺ സർട്ടൻ ഫാക്ടേഴ്സ്. എക്സ്പ്ലെയിൻ 5 such ഫാക്ടേഴ്സ്. ഡിവിഡൻഡ് ഡിസിഷനെ അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്? ഡിവിഡൻഡ് ഡിസിഷൻ, അതായത് എത്രത്തോളം നമുക്ക് കിട്ടുന്ന പ്രോഫിറ്റ് എന്തുമാത്രം ഡിവിഡൻഡ് ആയിട്ട് കൊടുക്കണം, എന്തുമാത്രം പ്രോഫിറ്റ് ആയിട്ട് കൊടുക്കണം എന്ന തീരുമാനമാണ് ഡിവിഡൻഡ് ഡിസിഷൻ. എമൗണ്ട് ഓഫ് ഏർണിങ്സ്, അത്യാവശ്യം നല്ല ഏർണിങ്സ് ഉണ്ടെങ്കിൽ കൂടുതൽ ഡിവിഡൻഡ് കൊടുക്കാം. ഏർണിങ്സിന് സ്റ്റെബിലിറ്റി ഉണ്ടെങ്കിലും കൂടുതൽ ഡിവിഡൻഡ് കൊടുക്കാം. ദെൻ സ്റ്റെബിലിറ്റി ഓഫ് ഡിവിഡൻഡ്, നമ്മൾ എപ്പോഴും നമ്മുടെ ഷെയർ ഹോൾഡേഴ്സിന് ഒരു മിനിമം ഡിവിഡൻഡ് എപ്പോഴും കൊടുക്കാൻ നോക്കണം. എന്നാലാണ് അവർക്ക് നമ്മുടെ ഓർഗനൈസേഷനിൽ ഒരു കോൺഫിഡൻസ് ഒക്കെ ഉണ്ടാകുള്ളൂ. ദെൻ ഗ്രോത്ത് ഓപ്പർച്യൂണിറ്റീസ് ഒത്തിരിയുള്ള കമ്പനി ആണെന്നുണ്ടെങ്കിൽ ഡിവിഡൻഡ് കുറച്ച് കൊടുത്താൽ മതി, ബാക്കി റിട്ടേൺ ഏർണിങ്സ് ആക്കി മാറ്റി വയ്ക്കാം. ക്യാഷ് ഫ്ലോ പൊസിഷൻ അത്യാവശ്യം നന്നായിട്ടുണ്ടെങ്കിൽ കൂടുതൽ ഡിവിഡൻഡ് കൊടുക്കാം. ഷെയർ ഹോൾഡേഴ്സിൻ്റെ പ്രിഫറൻസ് നോക്കണം. ഷെയർ ഹോൾഡേഴ്സിന് എപ്പോഴും ഡിവിഡൻഡ് കിട്ടാനായിരിക്കും ഇഷ്ടം. സോ അവർക്ക് എപ്പോഴും ഒരു മിനിമം ഡിവിഡൻഡ് കൊടുക്കാൻ നോക്കാം. ടാക്സേഷൻ പോളിസീസ് നോക്കണം. ഡിവിഡൻഡിലുള്ള ടാക്സ് കൂടുതലാണ്, അതുകൊണ്ട് ഡിവിഡൻഡ് കുറച്ച് കൊടുത്താൽ മതി. ആക്സസ് ടു ക്യാപിറ്റൽ മാർക്കറ്റിലേക്ക് വളരെ ഈസിയായിട്ട് ആക്സസ് ഉണ്ടെങ്കിൽ കുറച്ച് റിട്ടേൺ ഏർണിങ്സ് മതി, കൂടുതൽ ഡിവിഡൻഡ് കൊടുക്കാം. പിന്നെ നിയമപരമായിട്ട് എന്തെങ്കിലും തടസ്സങ്ങളുണ്ടോ, കോൺട്രാക്ച്വൽ ആയിട്ട് എന്തെങ്കിലും തടസ്സങ്ങളുണ്ടോ എന്ന് കൂടി നോക്കണം. then അടുത്താണ് റൈറ്റ് എനി ഫോർ ഡിഫറൻസസ് ബിറ്റ്വീൻ ഫങ്ഷണൽ ആൻഡ് ഡിവിഷണൽ സ്ട്രക്ചർ ഓഫ് ദി ഓർഗനൈസേഷൻ. ഓർഗനൈസേഷൻ്റെ ഫങ്ഷണൽ സ്ട്രക്ചറും ഡിവിഷണൽ സ്ട്രക്ചറും തമ്മിലുള്ള ഡിഫറൻസ്. ഫങ്ഷണൽ സ്ട്രക്ചർ ഫംഗ്ഷൻ്റെ അടിസ്ഥാനത്തിലാണ് ഫോം ചെയ്തിട്ടുള്ളത്. ഡിവിഷണൽ സ്ട്രക്ചർ പ്രോഡക്റ്റ് ലൈൻസിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഫങ്ഷണൽ സ്ട്രക്ചറിൽ ഫംഗ്ഷനിലാണ് സ്പെഷ്യലൈസ്ഡ് ആകുന്നത്, ഡിവിഷണൽ സ്ട്രക്ചറിൽ പ്രോഡക്റ്റിലാണ് സ്പെഷ്യലൈസ്ഡ് ആകുന്നത്. ഇവിടെ ഡിപ്പാർട്ട്മെൻറ്റിൽ റെസ്പോൺസിബിലിറ്റി ഫിക്സ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്, ഇവിടെ എളുപ്പമാണ്. മാനേജർ ഡെവലപ്മെൻറ്റ് ബുദ്ധിമുട്ടാണ്, എളുപ്പമാണ്. കോസ്റ്റ് ഇവിടെ കുറവാണ്, ഇവിടെ കോസ്റ്റ് കൂടുതലാണ്. മൾട്ടി പ്രോഡക്റ്റ് കമ്പനിക്ക് ഇത് ബുദ്ധിമുട്ടാണ്, മൾട്ടി പ്രോഡക്റ്റ് കമ്പനിക്ക് ഇത് എളുപ്പമാണ്. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ,
റൈറ്റ് എനി 4 ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ദ റിക്വയർമെന്റ് ഓഫ് ഫിക്സഡ് ക്യാപിറ്റൽ. ഫിക്സഡ് ക്യാപിറ്റലിനെ അഫക്ട് ചെയ്യുന്ന 4 ഫാക്ടേഴ്സ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഫിക്സഡ് ക്യാപിറ്റലിനെ അഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് ഒന്ന് നേച്ചർ ഓഫ് ബിസിനസ്. എന്താണ് ഫിക്സഡ് ക്യാപിറ്റൽ? അതൊരു 2 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് ഞാൻ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് സെപ്പറേറ്റ് ആയിട്ട്. അത് ഇവിടെ തന്നെ എക്സ്പ്ലനേഷൻ പറഞ്ഞു പോകാം. ഫിക്സഡ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബിസിനസിന്റെ ഫിക്സഡ് അസറ്റ്സ് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ആവശ്യമുള്ള ക്യാപിറ്റലാണ്. ഓക്കെ, ലാൻഡ് ആൻഡ് ബിൽഡിംഗ്, പ്ലാന്റ് ആൻഡ് മെഷീനറി ഇതൊക്കെ വാങ്ങിക്കാൻ ആവശ്യമുള്ള പണമാണ് ഫിക്സഡ് ക്യാപിറ്റൽ. അപ്പോൾ അതിനെ അഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ് നേച്ചർ ഓഫ് ദ ബിസിനസ്. മാനുഫാക്ചറിങ് കൺസേൺ ആണെങ്കിൽ വലിയ ബിൽഡിംഗ് ഒക്കെ വേണമല്ലോ, സോ അവർക്ക് കൂടുതൽ ഫിക്സഡ് ക്യാപിറ്റൽ വേണം. സ്കെയിൽ ഓഫ് ഓപ്പറേഷൻ, ലാർജ് സ്കെയിലാണ് അവരുടെ ഓപ്പറേഷൻ എങ്കിൽ കൂടുതൽ ഫിക്സഡ് ക്യാപിറ്റൽ വേണം. കൂടുതൽ ക്യാപിറ്റൽ ഇൻറ്റൻസീവ് ടെക്നിക്കാണ്, കൂടുതൽ മെഷീനറീസ് ആണ് അവർ യൂസ് ചെയ്യുന്നതെങ്കിൽ അപ്പോഴും കൂടുതൽ ഫിക്സഡ് ക്യാപിറ്റൽ വേണം. ടെക്നോളജി അപ്ഗ്രഡേഷൻ, എപ്പോഴും അപ്ഡേറ്റഡ് ആയിട്ടുള്ള ടെക്നോളജി ഒക്കെ യൂസ് ചെയ്യുന്നെങ്കിൽ കൂടുതൽ ഫിക്സഡ് ക്യാപിറ്റൽ വേണം. ഗ്രോത്ത് പ്രോസ്പെക്ട്സ് ഉള്ള കമ്പനി ആണെങ്കിൽ കൂടുതൽ ഫിക്സഡ് അസറ്റ്സ്, ഫിക്സഡ് ക്യാപിറ്റൽ വേണം. ഒരുപാട് ആക്ടിവിറ്റീസിലേക്ക് ഡൈവേഴ്സിഫൈ ചെയ്യുന്നതാണെങ്കിലും ഫിക്സഡ് ക്യാപിറ്റൽ കുറേ വേണം. ഇനി ഫിനാൻസിങ് ഓൾട്ടർനേറ്റീവ്സ്, അതായത് ഇപ്പോൾ ഒരു മെഷീനറി വാങ്ങിക്കുന്നതിന് പകരം ഇപ്പോൾ ലീസിനാണ്, വാടകയ്ക്കൊക്കെ എടുക്കുന്നെങ്കിൽ കുറച്ച് ഫിക്സഡ് ക്യാപിറ്റൽ മതി. ഓക്കെ, ക്ലിയർ അല്ലേ? ഒന്ന് ഉഷാറായിട്ട് ക്ലിയർ ആണെന്ന് പറഞ്ഞ് താഴെ ഒന്ന് കമൻറ്റ് ചെയ്ത്, ഒരു ഫയറൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്തേ, ഉഷാറാണോ എന്ന് നോക്കട്ടെ. വീഡിയോ അവസാനം വരെ കണ്ട എത്ര പേരുണ്ടെന്ന് ഒന്ന് പറയണം കേട്ടോ. ഓക്കെ, റൈറ്റ് എനി 4 ഫങ്ഷൻസ് ഓഫ് മിഡിൽ ലെവൽ മാനേജ്മെന്റ്. മിഡിൽ ലെവൽ മാനേജ്മെന്റ് 4 ഫങ്ഷൻസ് ആണ്. സോ നോക്കാം, മിഡിൽ ലെവൽ മാനേജ്മെന്റ് ഫങ്ഷൻസ് എന്താ? ടോപ്പ് മാനേജ്മെന്റ് എടുത്ത പോളിസീസ്, ഡിസിഷൻസ് ഇംപ്ലിമെന്റ് ചെയ്യുക. ലോവർ ലെവൽ മാനേജ്മെന്റിലേക്ക് ഇൻസ്ട്രക്ഷൻസ് കൊടുക്കാം. ലോവർ ലെവൽ മാനേജ്മെന്റ് പ്രോബ്ലംസും സജഷൻസും ടോപ്പ് മാനേജ്മെന്റുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. ദെൻ ലോവർ ലെവൽ മാനേജേഴ്സിനെ ഗൈഡ് ആൻഡ് ഇൻസ്പയർ ചെയ്യുക. ടോപ്പ് ലെവലും ലോവർ ലെവലും തമ്മിലൊരു ലിങ്ക് ആയിട്ട് ആക്ട് ചെയ്യുക. ഓക്കെ, സെറ്റ് അല്ലേ? ദെൻ 4 ഫങ്ഷൻസ് പറഞ്ഞു. സ്റ്റാഫിങ്ങിൻ്റെ എലമെൻറ്റ്സ് നമ്മൾ പറഞ്ഞില്ല. 3 ഇമ്പോർട്ടൻറ്റ് എലമെൻറ്റ്സ്, സ്റ്റാഫിങ്ങിൻ്റെ 3 ഇമ്പോർട്ടൻറ്റ് എലമെൻറ്റ്സ് ആണ് സെലക്ഷൻ, റിക്രൂട്ട്മെൻറ്റ് ആൻഡ് ട്രെയിനിങ്. കേട്ടോ, 3 ഇമ്പോർട്ടൻറ്റ് എലമെൻറ്റ്സ് ഇതാണ്. ദെൻ ഇലിസ്ട്രേറ്റ് any 3 ഫീച്ചേഴ്സ് ഓഫ് ഡയറക്റ്റിംഗ്. ഡയറക്റ്റിങ്ങിൻ്റെ 3 ഫീച്ചേഴ്സ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഡയറക്ഷൻ എന്താ ചെയ്യുന്നത്? ഗൈഡ്സ് ആക്ഷൻ അല്ലേ? ഒരു ഓർഗനൈസേഷനിലെ ആക്ഷൻ ഗൈഡ് ചെയ്യാനാണ് ഡയറക്ഷൻ ശ്രമിക്കുന്നത്. പിന്നെ അതിലൂടെ ഹെൽപ്സ് ടു കൺട്രോൾ ദ ബിഹേവിയർ ഓഫ് എംപ്ലോയീസിൻ്റെ ബിഹേവിയർ കൺട്രോൾ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. ദെൻ എന്താണ്? ഗോൾസ് അച്ചീവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഡയറക്ഷൻ ഹെൽപ്പ് ചെയ്യും. എംപ്ലോയീസിൻ്റെ മോട്ടിവേഷൻ ഇമ്പ്രൂവ് ആക്കാനും എംപ്ലോയി മൊറയിൽ ഇൻക്രീസ് ആക്കാനും ഒക്കെ എന്ത് ചെയ്യും? ഡയറക്ഷൻ ഹെൽപ്പ് ചെയ്യും. റൈറ്റ് എനി 3 ഇമ്പോർട്ടൻസ് ഓഫ് കൺട്രോളിങ്. കൺട്രോളിങ്ങിൻ്റെ 3 ഇമ്പോർട്ടൻസ്. കൺട്രോളിങ് എന്ന് പറയുന്നത് എന്താണ്? കൺട്രോളിങ് എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആകാൻ കാരണം നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ള സ്റ്റാൻഡേർഡ്സിൻ്റെ ആക്യുറസി എന്തുമാത്രം ഉണ്ട് എന്നുള്ളത് ജഡ്ജ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും. പിന്നെ കൺട്രോളിങ് എന്ന് പറയുന്നത് ഗോൾസ് അച്ചീവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. ദെൻ കൺട്രോളിങ് എന്ന് പറയുന്നത് പിന്നെ ഇമ്പോർട്ടൻസ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഡീവിയേഷൻസ് അനലൈസ് ചെയ്യാനും ഓർഗനൈസേഷൻ്റെ സ്മൂത്ത് റണ്ണിങ് ഉറപ്പുവരുത്താനും ഹെൽപ്പ് ചെയ്യും. ദെൻ എന്താണ് പ്ലാനിങ് പ്രിമൈസ്? നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. ദെൻ ഫോർമൽ ഓർഗനൈസേഷനും ഇൻഫോർമൽ ഓർഗനൈസേഷനും തമ്മിലുള്ള ഡിഫറൻസ്. ഫോർമൽ ഓർഗനൈസേഷനും ഇൻഫോർമൽ ഓർഗനൈസേഷനും തമ്മിലുള്ള ഡിഫറൻസ് പറയുകയാണെങ്കിൽ ഫോർമൽ ഓർഗനൈസേഷൻ മാനേജ്മെൻറ്റ് ക്രിയേറ്റ് ചെയ്തതാണ്. ഇൻഫോർമൽ ഓർഗനൈസേഷൻ എംപ്ലോയീസ് തമ്മിലുള്ള ഇൻട്രാക്ഷൻ്റെ അടിസ്ഥാനത്തിൽ ഉണ്ടാകുന്നതാണ്. ഫോർമൽ ഓർഗനൈസേഷൻ മാനേജ്മെൻറ്റ് പൊസിഷൻസിൽ നിന്നാണ് ഉണ്ടാകുന്നത്. ഇത് പേഴ്സണൽ ക്വാളിറ്റീസിൽ നിന്നാണ് ഉണ്ടാകുന്നത്. ഇവിടെ പ്രത്യേകം റൂൾസ് ഫോളോ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇവിടെ അങ്ങനെ റൂൾസ് ഇല്ല. കമ്മ്യൂണിക്കേഷൻസ് കലാർ ചെയിനിലൂടെയാണ് നടക്കുന്നത്. ഇത് ഏത് ഡയറക്ഷനിലൂടെയും നടക്കും. ഇത് റിജിഡ് ആണ്, ഇത് ഫ്ലെക്സിബിൾ ആണ്. മാനേജേഴ്സാണ് ലീഡേഴ്സായിട്ട് വരാം. ഇവിടെ മാനേജേഴ്സ് ലീഡർ ആകണമെന്ന് നിർബന്ധമൊന്നുമില്ല. ദെൻ റൈറ്റ് എനി 2 ബെനിഫിറ്റ്സ് ഓഫ് ട്രെയിനിങ് ഓഫ് എംപ്ലോയീസ് ടു ബിസിനസ്. ട്രെയിനിങ്ങിലൂടെ എംപ്ലോയീസിന് കിട്ടുന്ന ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ്? എംപ്ലോയീസിന് കിട്ടുന്ന ബെനിഫിറ്റ്സ് ഓൾറെഡി നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തില്ലായിരുന്നു. കഴിഞ്ഞ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തു. ദെൻ റൈറ്റ് എനി 2 നോൺ ഫിനാൻഷ്യൽ ഇൻസെൻറ്റീവ് ടു ബിസിനസ്. എംപ്ലോയീസിന് നോൺ ഫിനാൻഷ്യൽ ഇൻസെൻറ്റീവ്സ് ഏതൊക്കെയാണ്? നോൺ ഫിനാൻഷ്യൽ ഇൻസെൻറ്റീവ്സ് ഇതിൽ പറയുന്നുണ്ട്. അപ്പോൾ അതിൽ തന്നെ നമുക്ക് ഡിസ്കസ് ചെയ്ത് പോകാം. ഫിനാൻഷ്യൽ ആൻഡ് നോൺ ഫിനാൻഷ്യൽ ഇൻസെൻറ്റീവ്സ് ഏതൊക്കെയാണ്? ബോണസ് എന്ന് പറയുന്നത് ഫിനാൻഷ്യൽ ആണ്. സ്റ്റാറ്റസ് നോൺ ഫിനാൻഷ്യൽ ആണ്. ജോബ് എൻറിച്ച്മെൻറ്റ് നോൺ ഫിനാൻഷ്യൽ ആണ്. പ്രോഫിറ്റ് ഷെയറിംഗ് ഫിനാൻഷ്യൽ ആണ്. റിട്ടയർമെൻറ്റ് ബെനിഫിറ്റ്സ് ഫിനാൻഷ്യൽ ആണ്. എംപ്ലോയി റെക്കഗ്നിഷൻ പ്രോഗ്രാംസ് നോൺ ഫിനാൻഷ്യൽ ആണ്. ദെൻ ഡിഫറെൻറ്റ് ലെവൽസ് ഓഫ് പാക്കേജിങ്. പാക്കേജിങ് 3 ലെവൽസ് ആണുള്ളത്. പ്രൈമറി പാക്കേജിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതൊരു കണ്ടെയ്നറിലേക്കോ അത് റാപ്പിലേക്കോ പ്രോഡക്റ്റ് ആക്കുന്നതാണ് പ്രൈമറി പാക്കേജിങ്. ദെൻ സെക്കൻഡറി പാക്കേജിങ് എന്ന് വെച്ചാൽ ആ പ്രോഡക്റ്റിന് അഡീഷണൽ പ്രൊട്ടക്ഷൻ കൊടുക്കാൻ. ഇപ്പോൾ ടൂത്ത് പേസ്റ്റിൻ്റെ ട്യൂബൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതൊരു ബോക്സിലാക്കുമല്ലോ, അതാണ് അതിൻ്റെ സെക്കൻഡറി പാക്കേജിങ്. ദെൻ മൂന്നാമത്തേതാണ് ട്രാൻസ്പോർട്ട് പാക്കേജിങ്. ട്രാൻസ്പോർട്ട് പാക്കേജിങ് എന്ന് വെച്ചാൽ അല്ലെങ്കിൽ ട്രാൻസ്പോർട്ടേഷൻ പാക്കേജിങ്, നമുക്കിതിനെ ട്രാൻസ്പോർട്ടേഷൻ എളുപ്പമാക്കാൻ വേണ്ടിയിട്ട് വലിയൊരു പെട്ടിയിൽ എന്ത് ചെയ്യും, ഇതേപോലെ ടൂത്ത് പേസ്റ്റുകളുടെ ബോക്സസ് ഒത്തിരി വെച്ചിട്ടല്ലേ ഇത് ട്രാൻസ്പോർട്ട് ചെയ്യുക. അതാണ് ട്രാൻസ്പോർട്ടേഷൻ പാക്കേജിങ്. ദെൻ അടുത്തതാണ് പ്ലാനിങ് ഡസൻ ഗ്യാരണ്ടി സക്സസ്. പ്ലാനിങ് എന്ത് ചെയ്യുന്നില്ല, സക്സസ് ഗ്യാരണ്ടി ചെയ്യുന്നില്ല.
4 demerits of planning. പ്ലാനിങ്ങിൻ്റെ demerits എന്തൊക്കെയാണ്? പ്ലാനിങ് ഡസൻ ഗ്യാരണ്ടി സക്സസ് എന്നുള്ളത് അതിൻ്റെ demerit ആണ് കേട്ടോ. ഓക്കെ, ദെൻ മറ്റൊന്ന് പറയുന്നത് പ്ലാനിങ് ഗ്യാരണ്ടി സക്സസ് ചെയ്യുന്നില്ല. പിന്നെ ഇതെന്ന് പറയുന്നത് പ്ലാനിങ് എന്ന് പറയുന്നത് വളരെ കോസ്റ്റ്ലി ആണ്. ദെൻ എന്താണ് പ്ലാനിങ് എന്ന് പറയുന്നത് ടൈം കൺസ്യൂമിങ് ആണ്. ദെൻ പ്ലാനിങ് എന്ന് പറയുന്നത് സ്മോൾ ഓർഗനൈസേഷൻ സംബന്ധിച്ച് അവർക്ക് അഫോർഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റണമെന്നില്ല. പിന്നെ ഫ്യൂച്ചറിൽ വരുന്ന കാര്യങ്ങളല്ലേ, സോ ഫ്യൂച്ചറിൽ വരുന്ന എല്ലാ കാര്യങ്ങളും നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല, അൺസർട്ടനിറ്റി അവിടെയുണ്ട്. Then explain any 4 tests used by organization for selection process. സെലക്ഷൻ പ്രോസസ്സിന് യൂസ് ചെയ്യുന്ന 4 ടെസ്റ്റുകൾ. ഒന്നെന്ന് പറഞ്ഞാൽ ട്രേഡ് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ ആ പർട്ടിക്കുലർ ജോലി ചെയ്യാൻ അയാൾക്ക് എന്തുമാത്രം കഴിവുണ്ട് അതിലുള്ള നോളജ് ഒക്കെ നോക്കാനാണ്. ദെൻ ഇൻട്രസ്റ്റ് ടെസ്റ്റ്, മറ്റുള്ള കാര്യങ്ങളിൽ അയാളുടെ ഇൻട്രസ്റ്റ് നോക്കാനാണ് ഇൻട്രസ്റ്റ് ടെസ്റ്റ്. ദെൻ പിന്നെ വരുന്നത് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്, അയാളുടെ ഇൻ്റലിജൻസ് ടെസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. ദെൻ പേഴ്സണാലിറ്റി ടെസ്റ്റ്, അയാളുടെ ഇമോഷൻസ് ഒക്കെ കൺട്രോൾ ചെയ്യാനുള്ള അയാളുടെ കഴിവ് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. ദെൻ പ്രോഫിറ്റ് ഇസ് വൺ ഓഫ് ദ ഓർഗനൈസേഷൻ ഒബ്ജക്റ്റീവ് ഓഫ് മാനേജ്മെൻറ്റ്. ഓർഗനൈസേഷന് മറ്റ് ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണ്? മറ്റ് ഒബ്ജക്റ്റീവ്സ് ഏതൊക്കെയാണ്? സർവൈവലും പിന്നെ അതേപോലെ തന്നെ ഗ്രോത്തും ആണ് വരുന്നത്. ദെൻ 47ാമത്തെ ചോദ്യം, ക്ലാസിഫൈ ദ പേഴ്സൺ അണ്ടർ സ്യൂട്ടബിൾ ലെവൽ ഓഫ് മാനേജ്മെൻറ്റ്. പ്രൊഡക്ഷൻ മാനേജർ മിഡിൽ ലെവൽ മാനേജ്മെൻ്റ് ആണ്. മാനേജിംഗ് ഡയറക്ടർ ടോപ്പ് ലെവൽ മാനേജ്മെൻ്റ് ആണ്. മാർക്കറ്റിംഗ് മാനേജർ മിഡിൽ ലെവലാണ്. സൂപ്പർവൈസർ ലോവർ ലെവലാണ്. CEO ടോപ്പ് ലെവലാണ്. ഫിനാൻസ് മാനേജർ മിഡിൽ ലെവലാണ്. ഫോർമൻ ലോവർ ലെവലാണ്. സെയിൽസ് മാനേജർ മിഡിൽ ലെവലാണ്. ഓക്കെ, ദെൻ അഡ്വർടൈസിങ്ങിൻ്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ്? അഡ്വർടൈസ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ എക്കണോമിക്കലാണ്. ഒരു പേഴ്സണിലേക്ക് നമ്മൾ ഒരുപാട് പേരിലേക്കായിട്ട് പരസ്യം കൊടുക്കുന്നത് അല്ലേ, ഒരു വ്യക്തിയിലേക്ക് എത്ര ചിലവെന്ന് നോക്കിയാലും അത് കുറവായിരിക്കും. പിന്നെ വൈഡ് റീച്ചാണ്, ഒരുപാട് പേരിലേക്ക് കുറഞ്ഞ മാസ് റീച്ച്, ഒരുപാട് പേരിലേക്ക് ഇത് എത്താൻ ഹെൽപ്പ് ചെയ്യും. പിന്നെ എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കൂടുതൽ പെർസ്വേഡ് ചെയ്യാൻ ആളുകളെ പെർസ്വേഡ് ചെയ്യാനും ആളുകൾ ഒരു നമ്മുടെ പ്രോഡക്റ്റിനെ പറ്റിയിട്ട് ഒരു കോൺഫിഡൻസ് ഉണ്ടാക്കാനും അഡ്വർടൈസിങ് ഹെൽപ്പ് ചെയ്യും. പിന്നെ അതേപോലെ തന്നെ ലേറ്റസ്റ്റ് ടെക്നോളജി ഒക്കെ യൂസ് ചെയ്തുകൊണ്ട് വളരെ എഫക്റ്റീവായിട്ട് അഡ്വർടൈസിങ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. സ്പാൻ ഓഫ് കൺട്രോൾ എന്താണ്? ഫിക്സഡ് ക്യാപിറ്റൽ എന്താണ്? ഈ 2 ക്വസ്റ്റ്യൻസ് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. സോ മക്കളെ, ഉറപ്പ് പറയാണ്, ഈ 2 വീഡിയോ നിങ്ങൾ അവസാനം വരെ കണ്ട മാത്രം പോരാ, പഠിച്ചിട്ടുണ്ടോ? A+ നിങ്ങളുടെയാണ്, ഉറപ്പാണ് കേട്ടോ. സോ ധൈര്യമായിട്ട് ഉഷാറായിട്ട് ഈ വീഡിയോ 2ഉം കണ്ടിട്ട് എക്സാം എഴുതിയിട്ട് വരെ എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് താഴെ കമൻറ്റ് ചെയ്ത് അറിയിക്കുക. അവസാനം വരെ ആരൊക്കെ വീഡിയോ കണ്ടു എന്നും കൂടി പറയാം കേട്ടോ. താങ്ക് യു സോ മച്ച്.